വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടന്നു. 400-ലധികം മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന പങ്കുവയ്ക്കുകയാണ് അതിജീവിച്ച മനുഷ്യർ ഇപ്പോൾ. ചൂരൽമലയിൽ താമസിക്കുന്ന 42-കാരനായ മൻസൂറിന് ഉരുൾപൊട്ടൽ സങ്കല്പിക്കാനാവാത്ത നഷ്ടമാണ് വരുത്തിവെച്ചത്. ദുരന്തത്തിൻ്റെ വ്യാപ്തിയുമായി പൊരുത്തപ്പെടാൻ പാടുപെടുകയാണ് മൻസൂർ ഇപ്പോൾ. ഹൃദയഭേദകമായ ദുരന്തത്തിൽ മൻസൂറിന് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ 16 പേരെയാണ്. തൻ്റെ ഉമ്മയും ഭാര്യയും 2 കുട്ടികളും സഹോദരിയും സഹോദരിയുടെ കുടുംബത്തിലെ 11 അംഗങ്ങളും ഉൾപ്പെടെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് ഉരുളെടുത്തത്. എനിക്കൊന്നും ബാക്കിയില്ല, എൻ്റെ കുടുംബം, എൻ്റെ വീട് എല്ലാം പോയി, നിറകണ്ണുകളോടെ മൻസൂർ ഇങ്ങനെ പറഞ്ഞു. സംഭവ ദിവസം ജോലി സംബന്ധമായ പരിപാടിക്ക് പോയതിനാലാണ് മൻസൂർ മാത്രം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എൻ്റെ മകളുടെ മൃതദേഹം ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ല, വേദനയോടെയാണ് മൻസൂർ പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. എൻ്റെ ഭാര്യ, മകൻ, സഹോദരി, ഉമ്മ എന്നിവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇപ്പോഴും എൻ്റെ മകളെ കണ്ടെത്തിയിട്ടില്ല. ഞാൻ ജോലിക്ക് പുറത്തു പോയതിനാൽ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കൊന്നും ശേഷിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നതെന്നും മൻസൂർ പറഞ്ഞു. മൻസൂറിൻ്റെ സഹോദരൻ നസീർ തങ്ങളുടെ കുടുംബത്തിൽ അടുത്തിടെയുണ്ടായ ദുരന്തത്തിൻ്റെ വിനാശകരമായ ആഘാതം വിവരിച്ചു. ഇന്നലെ രാവിലെയാണ് അവർ ഉമ്മയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇതോടെ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 4ആയി. കുടുംബത്തിലെ 12 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഞാൻ ഈ പ്രദേശത്താണ് താമസിച്ചിരുന്നത്, പക്ഷേ സ്ഥലം ആകെ മാറിപ്പോയി എന്നും നസീർ പറഞ്ഞു. എൻ്റെ ഇളയ സഹോദരനും അവൻ്റെ കുടുംബവും എൻ്റെ ഉമ്മയും സഹോദരിക്കുമൊപ്പം ഞങ്ങളുടെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. സംഭവം നടക്കുമ്പോൾ അവൻ അവിടെയില്ലായിരുന്നു. അതിനാൽ അവൻ സുരക്ഷിതനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന് മുമ്പ് തൻ്റെ സഹോദരൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് അധികൃതരിൽ നിന്ന് ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജലനിരപ്പ് ഉയർന്നപ്പോൾ ഞാൻ അവരോട് എൻ്റെ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു, പക്ഷേ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. അത് ദുരന്തത്തിൽ അവസാനിച്ചു. ഇപ്പോൾ എല്ലാം പോയി, പ്രദേശം മുഴുവൻ നശിച്ചു. എൻ്റെ സഹോദരന് എല്ലാവരെയും നഷ്ടപ്പെട്ടുവെന്നും നസീർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നിവിടങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പരിശോധനയ്ക്കായി 7 പ്രധാന പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ടാസ്ക് ഫോഴ്സ് യന്ത്രങ്ങളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുന്നത്. അതേസമയം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ റഡാർ അധിഷ്ഠിത തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്.